സത്യം പറഞ്ഞ കരച്ചിലല്ലേ വരുന്നത്. ആ അടുതല് വെള്ളം വരുന്ന സാധനം. ഓ നല്ല ഭായിമാര്. ഞാൻ പറഞ്ഞു ലോ ബഡ്ജറ്റ് ട്രാവലിംഗ് ആണ്. ടാക്സിക്കാരൻ വന്ന് കസോളിലേക്ക് നേരെ പോകാൻ വേണ്ടി. ഞാൻ പറഞ്ഞില്ല, ഞാൻ ലോ ബഡ്ജറ്റാ. ബസ് സ്റ്റാൻഡ് ഏരിയയാണ്. ബസ് സ്റ്റാൻഡിലേക്ക് 1 കിലോമീറ്ററേ ഉള്ളൂ, 200 രൂപ. ഞാൻ പറഞ്ഞില്ല, ബഡ്ജറ്റില്ല, ഞാൻ നടന്നു പോകാൻ. അതാ നല്ലതെന്ന് പറഞ്ഞു. എന്നൊക്കെ പറഞ്ഞ് ആടുന്ന ബസ് ഇട്ട് വന്നിട്ട് സ്ഥലവും കാണിച്ചു തന്നു. പല്ല് തേക്കാണ്ട് ഒരു ചായ ബസ് സ്റ്റാൻഡിൻ്റെ ബുണ്ടറിലെത്തിയിട്ട് ബേക്കിലി വ്യൂയോ. ഹിന്ദിൻ്റെ ABCD അറിയാത്ത ഞാനാ. ഹിന്ദിയും പറയാതെ തുടങ്ങി കുറച്ചല്ല. ചെറുകിന് ഹിന്ദിയും പഠിച്ചു. ഇവിടെ നിന്നാൽ മതി, ഇതാണ് മുന്തർ. ഇവിടെ നിന്നാൽ മതി, ബസ് വരും. മുന്തറിലേക്ക് ബസ് സ്റ്റാൻഡിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞ ഒരാൾ ചോദിച്ചടാ. കുതിരനെ പോലത്തെ ചിത്ര ചെറുത് ദീദി എന്നോട് ഇടുന്ന ബസ് കിട്ടും. 28 കിലോമീറ്റർ ഉള്ളൂ ഇടുന്ന ബസ്സുകളിലേക്ക്. ഇതിലോട്ട് സ്ട്രൈറ്റാ. പിന്നെ വിചാരിച്ചു എന്തിനാ ബസ് കാത്തിക്കുന്ന, 7:00 ബസ് വരുമെന്ന് പറഞ്ഞു. 7:10 നടക്കാമെന്ന് വിചാരിച്ചു. 28 കിലോമീറ്റർ നടക്കില്ല. അതിന് മുമ്പ് ഏതെങ്കിലും വണ്ടിക്ക് ഇച്ചയൊക്കെ നോക്കാം. നമുക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, ഇച്ചയ്ക്കും ചെയ്തെങ്കിൽ നടക്കാം. ഇത് നോക്കിയൊക്കെ നടന്നാൽ പോരെ, വേറെ വേണ്ടേ. വേറെ വേണ്ട, 28 50 കിലോമീറ്റർ നടക്കാം ഇത് നോക്കിയിട്ട്. മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ ഒരു ജാക്കറ്റ് ഇല്ല, ഒന്നുമില്ല. പെടും മിക്കവാറും. എന്തോ ഭാഗ്യത്തിന് ഞാൻ ഷൂ എടുത്ത് വെയിലിട്ട്, അതുകൊണ്ട് ഷൂ ഉണ്ട്. സത്യം പറഞ്ഞ കരച്ചിലല്ലേ വരുന്നത്. ആ അടുതല് വെള്ളം വരുന്ന എന്തിനാണോ. നോക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊരു പേടിയില്ല. എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ കസോളിൽ എത്തുക, എത്ര മണിക്ക് എത്തുക, അങ്ങനത്തെ ചിന്ത എൻ്റെ വേണ്ടിയില്ല. നോക്കടാ, ഇതെന്താ സംഭവം. കേയിലുണ്ട് അത് തന്നെ മതി. പിന്നെ എത്തിയില്ലെങ്കിൽ ഇപ്പം പോയപ്പോൾ ഇപ്പോൾ വീടിനാണ് ഞാൻ വന്നത്. വീടോട് നേരെ പോയാൽ മണാലിയാ. നേരെ പോയാൽ മണാലി എത്തും. മണാലിക്ക് എത്രയാ, ബുന്ദറിന് ഒരു 10-20 കിലോമീറ്ററേ ഉള്ളൂ.